ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പാചകം മാത്രമല്ല, ഇന്ന് എൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടെ കാണാം. ഇതിൻ്റെ റൂമെന്നല്ല ഹാളിൽ നിന്നുള്ള പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. അണ്ടേ ഞാൻ എൻ്റെ പുറത്ത് പോവാണെന്ന് പറഞ്ഞാൽ കടയൊക്കൊന്നുമല്ല, നമ്മൾ കച്ചറ പോവാണ്. നല്ല പൗഡറും കൺമിഷിയും ഇതൊക്കെ ഇട്ട് കണ്ട് കച്ചറ ഇടാനാണ് പോകുന്നത്. സ്റ്റെപ്പൊക്കെ ഉണ്ട്, എന്നാലും സ്റ്റെപ്പ് കയറാൻ മടിയാണ്. തടി എങ്ങാനും കുറഞ്ഞാലോ ലിഫ്റ്റിൽ ഇങ്ങനെ പോയി എടുക്കണം. അപ്പോൾ വൈകുന്നേരം 5 മണിയായി. ഫ്ലാറ്റിൽ നിന്നൊക്കെ കുട്ടികൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ കച്ചറയിടുന്ന സ്ഥലമാണ്. എനിക്കിതാണ് ഇവിടെ ഏറെ ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, കച്ചറയിടാൻ പോകുന്നത്. പിന്നെ ഇതാണ്ടേ ഇവിടുത്തെ മലയാണിത്. നമ്മളെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പച്ചപ്പ് പിടിച്ച മല, പക്ഷെ എവിടെ തിരിഞ്ഞാലും മലയാണ് കേട്ടോ. എവിടെ തിരിഞ്ഞാലും ഇതേപോലെയുള്ളൊരു മല ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ ഇവിടുത്തെ തെങ്ങാണിത്, ഉണങ്ങി പിടിച്ച് അച്ചിങ്ങയൊക്കെ ഉണ്ടാവും, പക്ഷെ അത് ഉണങ്ങിപ്പോവും. പിന്നെ ഇതാണ്ടേ ഇവിടെ നിറച്ച് മുരിങ്ങാക്കായുള്ള മുരിങ്ങ ഉണ്ട്. പക്ഷെ എന്താ ചെയ്യാനാ, മുരിങ്ങാക്കായൊക്കെ ഉണങ്ങി പോകുക അത് ആരും എടുക്കൊന്നുമില്ല. നമ്മളങ്ങനെയൊന്നും അല്ലല്ലോ, നമ്മളെ നാട്ടിലാണെങ്കിൽ അത് പറിച്ച് എപ്പോഴോ കറി വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇതാണ്ടേ ഇവിടെ കുറച്ച് പൂച്ച. ഇവർ ഇതിൽ കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിക്കാൻ നിൽക്കണേ, പക്ഷെ ആരോ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക്, അത് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതാണ്ടേ നമ്മൾ കച്ചറട്ടും. നമ്മളെ നാട്ടിലാണെങ്കിൽ എന്താ, ഉണക്കണം, കഴുകണം, വൃത്തിയാക്കണം. ഇതവിടെ അതൊന്നുമില്ല, നേരെ കൊണ്ടുപോയിടുക പോരുക. അപ്പോൾ അതാ ഞാൻ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകണേ. ഞാൻ ഫുഡ് ഇന്ന് പാലക്ക് ചപ്പാത്തി ഉണ്ടാക്കട്ടെ തിരിച്ച് ചെന്നിട്ട്, അതിൻ്റെ പണിയാണ്. നമ്മൾ മിക്സിയിലേക്ക് പാലക്ക് ഞാൻ 3 ലീഫ് എടുത്തിട്ടുള്ളൂ. എന്താ വെച്ചാൽ എനിക്കധികം വേണ്ട, ആകെ 4 ചപ്പാത്തിയെ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി അല്ലി ഇട്ടു, പിന്നെ ഒരു ഇഞ്ചി കഷ്ണം ഇട്ടു, പിന്നെ നമ്മൾ 2 പച്ചമുളകും ഇട്ട്, പിന്നെ നമ്മൾ ചെറിയ ജീരകം. ഇവിടെ വന്നിട്ട് ഞാൻ അധികം യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ചെറിയ ജീരകം ഇട്ടിട്ട് എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കും. അപ്പം നമ്മൾ ആദ്യം ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് നമ്മൾ എന്താ ചെയ്യണം, ഗോതമ്പ് മാവ് എടുത്തിട്ടാണ് ഗോതമ്പ് പൊടി. ഞാനൊരു 4 സ്പൂണ് അങ്ങനെയാണ് ഞാൻ കണക്കാക്കിയെടുക്കല്. ഞങ്ങൾക്ക് 4 ചപ്പാത്തി മതിയല്ലോ. ചിലപ്പോൾ ഞാനൊരു ഇത്തിരിയും കൂടെ അങ്ങ് എടുത്ത് വലിയ ചപ്പാത്തിയാക്കും. എന്താ വെച്ചാൽ 2 എണ്ണം കഴിക്കുമ്പോൾ ഞാനത് ഒരു 6 എണ്ണം കഴിക്കണ രീതിക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കും. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട്, പിന്നെ നമ്മളെന്ത് ചെയ്യും, നമ്മൾ അരച്ച് വെച്ച പാലക്ക് അത് അതിലേക്ക് ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് കുഴച്ച് പരുവാക്കി നല്ലപോലെ കുഴക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. കണ്ടോ, ഇതുപോലെ ആക്കി വെക്കുക. ഇത് ഉണ്ടാക്കിയതിൻ്റെ ഇടയിലാണിത് നമ്മളെ നെയ്ബർ വന്ന് കണ്ടൊരു ഇത് തന്നതാണ് സ്നാക്സ്. ഒരു പാകിസ്ഥാനത്തെ ഒരു സ്നാക്സാണത്. പാകിസ്ഥാനാണ് എൻ്റെ ഒരു നെയ്ബർ. ഇപ്പോൾ ഇതാണ്ട് നമ്മളൊന്നും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതെടുത്ത് നമ്മൾ എന്താ പറയുക, നന്നായിട്ട് ഉരുളകളാക്കി എടുക്കുകയാണ്. എടുത്ത് ഇതാണ്ടേ ഇപ്പോൾ ഇതാ 5 ബോളുണ്ട്. ഇന്ന് 5 ചപ്പാത്തിയാണ് എടുത്ത് നമ്മൾ സാധാരണ. ഇപ്പം നമുക്കിവിടെ പലകയില്ല, ഞാൻ ടൈൽസ് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി അവിടെ തന്നെ ഇതാക്കണേ. എനിക്ക് ഈ ഒരു ഇത് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഒരു കോയിൽ വെച്ചിട്ടല്ല ഞാൻ ഏറ്റവും ഇഷ്ടം, മറ്റേ നമ്മളെ പൈപ്പ് ഉപയോഗിച്ച് കണ്ടാണ്. അതാണ് 5 ചപ്പാത്തി ഞാൻ പെരത്തി കഴിഞ്ഞ് ഇനി ഞാൻ അടുപ്പത്ത് പാന് വെച്ചിട്ട് ഇത് ചുട്ടെടുക്കുകയാണ്. ഒക്കെ നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ എന്നാലും വെറുതെ എൻ്റെ ഒരു ദിവസം ഞാനിങ്ങനെ ഓരോ കുഞ്ഞു വിശേഷങ്ങൾ പറയാന്നേ ഉള്ളൂ. എന്നാലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കി. നല്ലതാണ്, നല്ല ഹെൽത്തി പാലക്കല്ലേ, ഹെൽത്തി ഫുഡാണ്. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം എൻ്റെ അടുത്ത്. പിന്നെന്താ, നമ്മളത് ചുട്ട് നന്നായിട്ട് പൊള്ളച്ച് വന്ന് ഞാൻ ഇച്ചിരി ഒരു നെയ്യൊന്ന് തൂവി കൊടുത്തു. ബ്രഷ് ചെയ്ത് എന്താ വെച്ചാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് പറ്റിച്ച് കാക്കുന് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ ഇവിടെ, മക്കളൊന്നുമില്ല ഇവിടെ. അപ്പോൾ ഞങ്ങൾ ചിരട്ട് കണ്ട് അങ്ങനെ ഉണ്ടാക്കും. ഇതാണ്ടേ ഞാൻ കാക്കുവിന് ഫുഡൊക്കെ കൊടുത്ത് കാക്കു കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാനിങ്ങനെ കാക്കു അറിയാണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിങ്ങളെ കാണിക്കാമല്ലോ എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും നന്നായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻസ് പറയുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നീടും വരുന്നതാവും. എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു.